എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ത്രീ വ്യക്തിത്വത്തിൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ടാകും. അതൊരു പ്രചോദനമായിട്ടുണ്ടാകും, നമ്മുടെ വളർച്ചയ്ക്ക് നിദാനമായിട്ടുണ്ടാകാം. ഒരുപക്ഷെ അത് നമ്മുടെ അമ്മയായിരിക്കാം, സഹോദരിമാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടായിരിക്കാം, കാമുകിയായിരിക്കാം, ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയായിരിക്കാം. സത്യം പറഞ്ഞാൽ എല്ലാ പുരുഷന്മാരുടെയും പിന്നിൽ ഒരു സ്ത്രീയുടെ ഒരു ശക്തിയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു സ്ത്രീയെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായിട്ടുള്ള നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മ ദിനമാണ്. ഒരു വർഷം എത്ര പെട്ടെന്ന് കടന്നുപോയെന്ന് പറയാൻ സാധിക്കില്ല. ഈ കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ MLA സനീഷ് കുമാർ ജോസഫിൻ്റെ ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പ് എന്ന പേരിൽ സ്കോളർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ടൊരു ഉദ്ഘാടന ചടങ്ങ് SH കോളേജിൽ നടന്നു. ഞാനും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയിലേക്ക് പങ്കെടുക്കുമ്പോൾ എനിക്ക് എല്ലാ നേതാക്കന്മാരും അവിടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ അവിടെ വരുന്നുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയുടെ പ്രിയപത്നിയായിട്ടുള്ള മറിയാമ്മ ഉമ്മൻ എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു. അവരാ കോളേജിൻ്റെ കവാടം കയറി വരുമ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. കാരണം വല്ലാത്തൊരു ഇൻസ്പിറേഷനായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ, മുഖ്യമന്ത്രിമാരിൽ ഇത്രയേറെ വേദന അനുഭവിച്ച മറ്റൊരു ഭാര്യ അല്ലെങ്കിൽ മറ്റൊരു മുഖ്യമന്ത്രിയുടെ ഭാര്യ ഉണ്ടാകില്ല. വളരെയധികം അപമാനിക്കപ്പെട്ട ചില സന്ദർഭങ്ങൾ, സ്വന്തം കുടുംബത്തെയും അതുപോലെ തന്നെ ഭർത്താവിനെയും ഒക്കെ തെരുവിൽ അതല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ അവഹേളിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഈ സ്ത്രീ, ഈ അമ്മ അല്ലെങ്കിൽ ഈ സഹോദരി, ഈ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മറിയാമ്മ ഉമ്മൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വം അവർ മുറുകെ പിടിച്ച ചില ആദർശങ്ങളുണ്ടായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത രീതിയിൽ ഇൻസ്പിറേഷൻ വന്നു. ഈ ഓർമ്മ ദിനത്തിൽ തന്നെ അത് പങ്കുവയ്ക്കണമെന്നുകൊണ്ട് തന്നെയാണ് അന്ന് അവർ SH കോളേജിൽ പറഞ്ഞ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചത്. കാരണം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെയധികം വേദന ഉറഞ്ഞു നിന്ന് പോയിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഉമ്മൻചാണ്ടി ജീവിതത്തിൽ നിന്ന് പോയപ്പോഴുണ്ടായ സമയം. 46 വർഷത്തോളം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി പോയി കഴിഞ്ഞപ്പോൾ കുഞ്ഞ് എന്ന് വിളിക്കുന്ന, കുഞ്ഞുഞ്ഞ് എന്ന് നമുക്ക് കേരളക്കാരെല്ലാം വിളിക്കുന്ന, പുതുപ്പള്ളിക്കാർ വിളിക്കുന്ന ഉമ്മൻചാണ്ടി പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു നഷ്ടപ്പെടലിൻ്റെ ഒരു വലിയ സംഭവമായിരുന്നു. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ മറിയാമ്മ ഉമ്മൻ എന്ന് പറയുന്ന സ്ത്രീ മുറുകെ പിടിച്ചത് സഭാപ്രസംഗം എന്ന് പറയുന്ന ബൈബിളിൽ ഒരു ആപ്തവാക്യമായിരുന്നു. മുപ്പിരിച്ചരുടെ ഒരിക്കലും അറ്റുപോകില്ല എന്നാണ് അവർ ആ സമയങ്ങളിൽ പറഞ്ഞത്. സഭാപ്രസംഗൻ്റെ ബൈബിളിലെ സഭാപ്രസംഗം എന്ന് പറയുന്ന പുസ്തകത്തിലെ വരികളാണ്. കാരണം ഈ മുപ്പിരിച്ചരട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പേർ, ഭർത്താവ്, ഭാര്യ, ദൈവം. ഇതിൽ ദൈവം കൂടെയുള്ളപ്പോൾ ഭാര്യയും ഭർത്താവിനെയും ഒരു കാരണവശാലും വേർപിരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറച്ചവർ വിശ്വസിച്ചിരുന്നു. സ്വന്തം കൂടെ നിന്നവരാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവവും വിഷമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അവിടെയൊക്കെ ഈ സ്ത്രീ ഉമ്മൻചാണ്ടിക്കൊപ്പം ഉറച്ചു നിന്നു, പ്രചോദനമായി നിന്നു. ഇപ്പോഴും ഈ മറിയാമ്മ ഉമ്മൻ എന്ന് പറയുന്ന അമ്മ, ആ സഹോദരി കേരളത്തിൻ്റെ അമ്മയും കേരളത്തിൻ്റെ സഹോദരിയുമായിട്ട് മാറുകയാണ്. കാരണം അവർ എടുത്തിട്ടുള്ള ചില നിലപാടുകളാണ്. തൻ്റെ ഭർത്താവിന് ഇത്രയേറെ കരിവാരി തേച്ച ഒരു സ്ത്രീയോട് അവർ പറയുന്നത്, ഞാൻ അവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് മാത്രമല്ല ദ്രോഹിച്ച മുഴുവൻ ആളുകളോടും പ്രാർത്ഥിക്കുമെന്നാണ് പറഞ്ഞത്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രമുള്ളതല്ല എന്നുള്ളൊരു വലിയ സന്ദേശം ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു അമ്മയാണ് മറിയാമ്മ ഉമ്മൻ എന്ന് പറയുന്ന സ്ത്രീത്വം. തീർച്ചയായിട്ടും അവരുടെ നല്ല വാക്കുകളെ ഈ ഉമ്മൻചാണ്ടി സാർ ഓർമ്മ ദിനത്തിൽ, ഉമ്മൻചാണ്ടി സാർ ഒരുപാട് ജനകീയനായിരുന്നു, ഒത്തിരിയേറെ നന്മകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ കക്ഷി ഭേദം നോക്കാതെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടുള്ള 1-ാം വാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രചോദനമായി കൂടെ നിന്നിട്ടുള്ള, പാറ പോലെ ഒരു ഉരുക്കു വനിതയായി കൂടെ നിന്നിട്ടുള്ള കേരളത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരി മറിയാമ്മ ഉമ്മൻ്റെ വാക്കുകളാണ് ഞാൻ ഇന്ന് ഈ ഓർമ്മ ദിനത്തിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ, എൻ്റെ ഹൃദയത്തുടിപ്പുകൾ ഇവിടെ കുറിക്കുന്നു. ലോകത്തെമ്പാടുമുള്ള മലയാളി ഹൃദയങ്ങളിൽ വേർപാടിൻ്റെ വേദന കൂറിയിട്ടുകൊണ്ട് അദ്ദേഹം കടന്നുപോയിട്ട് ഇന്നേക്ക് 359 ദിനരാത്രങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. അഭിനന്ദനത്തിൻ്റെ മാസ്മരിക ശക്തി മനസ്സിലാക്കിയ OC-യുടെ ഹൃദയസ്പന്ദനങ്ങൾ ഒപ്പിയെടുത്ത് ഇങ്ങനെ ഒരു ബൃഹത്തായ സ്നേഹസംഗമം യാഥാർത്ഥ്യമാക്കിയ പ്രിയപ്പെട്ട സനീഷോട് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ പരിപാടിക്ക് കൈത്താങ്ങ് നൽകിയ ഓരോരുത്തർക്കും
എൻ്റെ ഉമ്മൻചാണ്ടി സ്നേഹാശംസകൾ. ഈ വലിയ പങ്കുവെക്കലിൻ്റെ സൗന്ദര്യം ഞാനും ആസ്വദിക്കുന്നു. വാസ്തവമായും ഉമ്മൻചാണ്ടി ആത്മാവ് സന്തോഷിക്കുന്ന നിമിഷങ്ങൾ. സാക്ഷാത്കരിക്കപ്പെടാത്ത ഒരുപിടി സ്വപ്നങ്ങളും ദർശനങ്ങളും ശേഷിപ്പിച്ചിട്ടാണ് ഉമ്മൻചാണ്ടി മടങ്ങിയത്. എല്ലാവർക്കും വിദ്യാഭ്യാസം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. സാമ്പത്തിക പരാധീനതയുടെ പേരിൽ ഒരാൾക്ക് പോലും ഉപരിപഠനം നിഷേധിക്കരുതെന്നും കഴിവുകൾ മുരടിച്ചു പോകരുതെന്നും അദ്ദേഹം തീവ്രമായി ആഗ്രഹിച്ചിരുന്നു. സത്യസന്ധമായ കഠിനാധ്വാനം ജീവിത വിജയം സാധ്യമാക്കി തരുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പഠിച്ച് ഉന്നതികളിൽ എത്തിച്ചേരുവാൻ ഈ അമ്മയുടെ എല്ലാ സ്നേഹാശംസകളും. ഭാവിയുടെ വാഗ്ദാനങ്ങളായ നിങ്ങൾ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഉമ്മൻചാണ്ടിയെ ഓർക്കണമേ. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരവും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ നന്മയ്ക്കായി നിങ്ങൾ ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാ വിജയാശംസകളും ഞാനിവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.